ഹലോ, നമുക്കിന്നൊരു ക്യാരമൽ കോഫി പുഡിംഗ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനടുപ്പേ നമുക്ക് ആദ്യം പാൻ എടുത്ത് വെച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ബിക്കോസ് നമുക്ക് ആദ്യം ക്യാരമൽ ഉണ്ടാക്കണമല്ലോ. അപ്പം ആ പഞ്ചസാര ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് അതൊന്ന് നല്ല രീതിയിൽ ലോ മീഡിയം തീയിൽ വെച്ച് ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം. അത് ലൈക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളറാണെന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മൾ ആ കോഫി പൗഡർ ഇടുമ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് ബബിൾസ് വരാൻ തുടങ്ങും, പെട്ടെന്ന് ഡാർക്ക് ആവാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഫ്ലെയിം ഒന്ന് കംപ്ലീറ്റ്ലി സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളത് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ആ ബബിൾസൊക്കെ മാറി ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും, നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട്. അപ്പോൾ ഈ ഒരു ക്യാരമൽ നമ്മൾ ഏത് ബൗളിലാണോ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടി ചെറിയൊരു ബൗളിൽ കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ പാലും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതും നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്ത് നമുക്ക് പുഡിങ്ങിന് വേണ്ടി 2 മുട്ടയും കുറച്ച് വാനില എസൻസും അതുപോലെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര ഓരോരുത്തരുടെ അളവനുസരിച്ച് ഒത്തിരി മധുരം വേണമെന്നുള്ളവർക്ക് 3 ടേബിൾ സ്പൂണോ 4 ടേബിൾ സ്പൂണോ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണേ ഇട്ടിട്ടുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ തിളപ്പിച്ചാറിച്ച പാല് എന്നുവെച്ചാൽ ചെറിയ ചൂട്, ഒത്തിരി ആറെണ്ണ ചെറിയ ചൂടുള്ള പാലിലോട്ട് നമ്മൾ ഈ മുട്ടയുടെ മിക്സ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവണം. ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡായി മിക്സ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കോഫി മിക്സർ എടുത്ത് വെച്ചത് അതും കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു മിക്സർ നമ്മൾ ക്യാരമൽ ഒഴിച്ചു വെച്ച ബൗളിലോട്ട് സ്ട്രെയിൻ ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ പുഡിങ് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് വേറെ നമ്മൾ ഈ സ്റ്റീം ചെയ്യുന്ന സമയത്ത് വെള്ളവും കാര്യങ്ങളോ വീഴാതിരിക്കാൻ ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഒന്നീ ഫോയിൽ പേപ്പറോ അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രമോ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഏതാണുള്ളത് അത് വെച്ച് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഇത് നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടി അടുപ്പേ വെക്കാം. ഒരു 30 to 35 മിനിറ്റ്സ് നമ്മളൊരു ലോ മീഡിയം തീയിൽ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇതിൻ്റെ സ്റ്റീം കംപ്ലീറ്റ് ആയി ഇത് സെറ്റായി വരുമ്പോഴത്തേക്ക് ഇതൊന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്ക് ഒരു 1 to 2 hours നമ്മൾ ഇതൊന്ന് ഫ്രിഡ്ജിലൂടെ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് കഴിക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ റെസിപ്പി.